പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അഭിമാനകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മൗലികമായ കഴിവുകളും സർഗവാസനയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്രൈസ്റ്റ് കോളേജ് മാനേജ്മെന്റിനെ പോലെ ഏറ്റവും അധികം താല്പര്യമെടുക്കുന്ന കലാലയ അധികാരികൾ വളരെ ചുരുക്കമാണ് എന്നാണ് ഞാൻ പഠിക്കുന്ന കാലം തുടങ്ങിയ എൻ്റെ അനുഭവം. എല്ലാ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ എന്ത്, അവരുടെ അഭിരുചി എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വച്ഛന്തം വികസിക്കാൻ കഴിയുന്ന സർഗാത്മക അന്തരീക്ഷം പണ്ട് മുതലേ നിലനിന്നിരുന്ന ഒരു കലാലയമാണ് ഇത്. സർവകലാശാല കലോത്സവങ്ങളിലും കളിക്കളങ്ങളിലും മികവിൻ്റെ തിളക്കമാർന്ന നേട്ടങ്ങൾ ധാരാളമായി വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്ഥാപനത്തിനും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൈസ്റ്റ് കോളേജിൻ്റെ ചരിത്രം. ആ വഴിയിലൂടെ നിങ്ങൾക്കും മുന്നോട്ട് പോകാനാകട്ടെ. ബഹുമാന്യനായ മാനേജരും പ്രിൻസിപ്പലും എല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 1-ാം തീയതി ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി നിങ്ങളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. പുതിയ പാഠ്യപദ്ധതിയെ ആധാരമാക്കി കാലത്തിന് അനുസൃതമായിട്ടുള്ള പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ആ സന്ദർഭത്തിൽ ഞാൻ പറയുകയുണ്ടായി. വിദ്യാർത്ഥി കേന്ദ്രിതമാണ് നമ്മുടെ കാഴ്ചപ്പാട്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ മൗലികമായ കഴിവുകളും സർഗവാസനയും തട്ടും തടവുമില്ലാതെ വികസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അന്തരീക്ഷം ഒരുക്കാനും സംവാദാത്മകമായ രീതിയിൽ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പറയാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നുമെല്ലാം ആ ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ബഹുമാനരായ പ്രിൻസിപ്പലും മാനേജരും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തെ വലിയ മാരകമായ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന, ലഹരിയുടെ ഉപഭോഗത്തിനെതിരായിട്ട് അവബോധം ഉയർത്തുന്ന ഒരു സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ലഹരിക്ക് മറുപടിയായിട്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് സർഗാത്മകതയാണ്, അക്ഷരമാണ്, അറിവാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, അറിവാണ് ലഹരി, അക്ഷരമാണ് ലഹരി, സർഗാത്മകതയാണ് ലഹരി, കായിക മികവുകളാണ് ലഹരി എന്നൊക്കെ ബദൽ മുദ്രാവാക്യങ്ങൾ വയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നന്നായി വായിക്കുക, നന്നായി കളിക്കുക, അങ്ങനെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ലഹരിക്കെതിരായി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിചയം. അതുപോലെ വളരെ മനോഹരമായ രീതിയിലാണ് ജോയച്ചൻ ഇവിടെ പറഞ്ഞു വച്ചത്. ആ 4 വരി എനിക്ക് അതറിയാത്തതുകൊണ്ട് എനിക്ക് പാടാൻ വയ്യ. പക്ഷെ ജോയച്ചൻ ചൊല്ലി തരുമ്പോൾ എല്ലാവരും കൂടി പാടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? പച്ചപ്പുള്ളിൽ ഫുട്ബോൾ, പച്ചപ്പുള്ളിൽ പന്തുരുളുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ കളിക്കളങ്ങളും കലാവേദികളും എല്ലാം എല്ലാവരെയും ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തുന്ന വേദികളാണ്. അവിടെ കുട്ടികളുടെ എനർജി വളരെ പോസിറ്റീവായ നിലയിൽ ചാനലൈസ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഈ പ്രായത്തിൽ, നിങ്ങളുടെ ഈ ടീനേജിൽ നിങ്ങൾ എനർജിയുടെ നിധികളാണ്. ഊർജം നല്ലതുപോലെയുണ്ട്. ആ ഊർജത്തെ പോസിറ്റീവായ വഴികളിലൂടെ ചാനലൈസ് ചെയ്യാനാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അതിനാണ് അധ്യാപകരൊക്കെ കൂട്ടായി നിൽക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ആ നിലയിൽ എഴുത്ത്, വായന, കലാ മത്സരങ്ങൾ, കായിക മികവുകൾ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികളെ സജീവമായി നിൽക്കാൻ പ്രേരിപ്പിക്കുക, ആക്ടിവൈസ് ചെയ്യാറുള്ളത് തന്നെയാണ് ലഹരി ഉപഭോഗത്തിനെതിരായിട്ട് നമുക്ക് സമർത്ഥമായി ഉപയോഗിക്കാവുന്ന കാര്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐഡിയലായിരിക്കുന്ന മനസ്സിലാണ് ചെകുത്താന്റെ ശില്പശാല, അല്ലേ? കേട്ടിട്ടില്ലേ? ഡബിൾസ് വർക്ക്ഷോപ്പ്. അപ്പൊ ആ നിലയിൽ ഡബിൾസ് വർക്ക്ഷോപ്പ് ആവാതെ നമ്മുടെ
എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്വന്തമായ അഭിരുചികൾ ഉണ്ടാകും, സർഗാത്മകമായ വാസനകൾ ഉണ്ടാകും. ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ക്യാമ്പസിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിലൂടെ നടക്കുക, ക്രിയേറ്റീവ് ആവുക. ആ ക്രിയേറ്റീവ് എനർജി അത് നല്ല വഴിയിലൂടെ നിങ്ങൾ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതിന് കായിക മികവാകട്ടെ, മൈതാനങ്ങളിൽ ചലനാത്മകതയോടെ സജീവമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കലാവേദികളിൽ സജീവമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലോകത്ത് കിട്ടാവുന്ന അറിവുകളിലേക്കൊക്കെ കണ്ണും കാതും തുറന്നിടുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ജോയച്ചിന്റെ അച്ചടക്ക പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇഴയടുപ്പമുള്ള മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലഹരിക്കെതിരായിട്ട് അല്ലെങ്കിൽ ജീവിത നൈരാശ്യത്തിനെതിരായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടതായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തുറന്നു പറയാം, കൺഫൈൻ ചെയ്യാൻ പറ്റുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം ഇതിൽ സുപ്രധാനമാണ്. കുട്ടികൾ കേൾക്കണ്ട, വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ മനസ്സ് തുറന്ന് പറയാനുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പരസ്പരം ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് വീടുകളിൽ അടഞ്ഞ ആവാസ വ്യവസ്ഥയാണുള്ളത്. പറയത്തക്ക സാമൂഹ്യ ബന്ധങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയുണ്ടാവില്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളുടെ കാലത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത് തന്നെ നടന്നൊക്കെയാണ് പോവുക. അപ്പൊ തന്നെ കുറെ ബന്ധങ്ങൾ ഉണ്ടാവും കുട്ടികൾ തമ്മിൽ. ഇപ്പോൾ അതിനുള്ള സാവകാശം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നതായ കാര്യം. കുടുംബത്തിനകത്ത് തന്നെ വേണ്ട വിധത്തിൽ ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം ഇന്ന് കുറവാണ്. പണ്ട് അമ്മമാരും മുത്തച്ഛന്മാരും ഒക്കെ കുട്ടികളായിട്ട് ഒരുപാട് വർത്തമാനമൊക്കെ പറയാറുണ്ട്. അത് വൈകാരിക സുരക്ഷയുടെ തണലാണ്. ഇന്ന് പ്രായണ അത് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല മനുഷ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കലാലയ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല ഹൃദയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന വേദികളാണ് കലയും സ്പോർട്സും ഒക്കെ തന്നെ. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് ഈ വൈകിയവേളയിൽ സംസാരിക്കുന്നില്ല. പല കുട്ടികളും ഉള്ളിലുള്ള ആന്തരിക സംഘർഷങ്ങളുടെ അഗ്നിപർവ്വതങ്ങളുമായിട്ട് നടക്കുന്നവരുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അവരോട് സംസാരിച്ച് അവരുടെ ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സ്നേഹഭരിതമായ അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉണ്ടാക്കിയെടുക്കാൻ ഓരോ കുട്ടിയും പരിശ്രമിക്കണം. കേൾക്കണ്ട നിങ്ങൾ? നമുക്ക് നോക്കിയാൽ അറിയാം, ആരോട് സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്ന, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സാമൂഹ്യമായി സജീവമാക്കാൻ ഇടപെടുക, ആ പ്രോആക്റ്റീവ് റോളെടുക്കാൻ എല്ലാ കുട്ടികളും തയ്യാറാവും. സ്നേഹത്തിൻ്റെ ഒരന്തരീക്ഷം നമുക്ക് ചുറ്റും ആ പ്രകാശം പരത്തുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് നിങ്ങൾ മാറട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ പ്രകാശം പരത്തുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ആകട്ടെ. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും ഒക്കെ കേൾപ്പുള്ള വിശാല ഹൃദയത്വം നിങ്ങൾക്ക് ആർജിക്കാൻ സാധിക്കട്ടെ. അവിടെ ബാക്കില് നമ്മളെ ചേട്ടന്മാര് ചേച്ചിമാരും തയ്യാറായിട്ടുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മധുരം ജീവിതം. ജീവിതം മധുരമുള്ളതാണ്. ഇടയ്ക്ക് ഉപ്പ് ഉണ്ടാവും, കണ്ണീരിൻ്റെ ഉപ്പ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. എടശ്ശേരി എന്ന് പറയുന്ന ഒരു കവി പണ്ട് പാടിയിട്ടുണ്ട്, ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം. അപ്പൊ ഇടയ്ക്ക് കണ്ണീരൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ മഹിതമായാണ് ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് തിരിച്ചറിയാൻ പരസ്പരം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇതിനെ തുടർന്ന് എയറോബിക്സിന്റെ പ്രദർശനമുണ്ട്. എയറോബിക്സ് ഈയിടെ സൂംബ നൃത്തത്തെ സംബന്ധിച്ച് ഒരു വലിയ വിവാദം നടന്നത് നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ അറിഞ്ഞല്ലോ. എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരീരത്തിന് അനിവാര്യമാണ്. വ്യായാമം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ ആവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും മസ്തിഷ്കവും പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകണം, അതിന് വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുമ്പോൾ
പദ്ധതി ലഹരിക്കെതിരായിട്ട് നടപ്പാക്കുന്നുണ്ട് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ. ആ പദ്ധതിയുടെ ഭാഗമായി ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും ഇന്ന് ഇവിടെ നടക്കുന്ന എയറോബിക് ഡാൻസ് അവതരിപ്പിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അത് കുട്ടികൾക്ക് ആഹ്ലാദകരമായിരിക്കും, അവർക്ക് അത് അനുകരിക്കാൻ സഹായകരമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലഹരിക്കെതിരായി നമുക്കൊരു വലിയ പരിച ഉയർത്തിപ്പിടിക്കണം. സദ്കർമ്മകതയാണ് ആ പരിച, സാഹോദര്യമാണ് ആ പരിച, സ്നേഹമാണ് ആ പരിച എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി